എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്ലൂസി ക്ലിക്ക് ദിവസത്തിൻ്റെ ചട്ടങ്ങൾ മിക്കവാറും മാറിയേക്കുമെന്നാണ് ഈ വരുന്ന മന്ത്രിസഭയിൽ അവർ ചർച്ച ചെയ്തിരിക്കുന്നത്. കാരണം ഈ രീതിയുടെ വളരെയധികം പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവപരമായിട്ട് കാണുകയും വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലിക്ക് ഡേയിൽ അത് അനുഭവപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ തട്ടിപ്പ് വിസകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്ത്യയിൽ നിന്ന് 7 ലക്ഷം കൊടുത്ത് ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ വിസകൾ എല്ലാം തട്ടിപ്പ് വിസകളായിരുന്നു. കാരണം അവരിവിടെ വന്ന ശേഷം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുവാനോ അവരുടെ വിസ പ്രക്രിയകൾ നടത്തുവാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ എല്ലാം ഭാവി എന്തായിരിക്കുമെന്ന് വളരെ ഉത്കണ്ഠയിലാണ് എല്ലാവരും കഴിയുന്നത്. തൊഴിൽ ഉടമകളിൽ നിന്ന് വരുന്ന അപേക്ഷകൾ എന്നാൽ അത് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ആ വാലിഡിറ്റി തീരുകയാണ്. ക്ലിക്ക് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടിയെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. ഈ ഒരു ദിവസത്തിനുള്ളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഇതേക്കുറിച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമ്പറുകൾ അത് തീർന്നു പോകുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അപേക്ഷ കൊടുത്തവർക്ക് ഒരുപക്ഷെ അതിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു പരമസത്യം തന്നെയാണ്. ഈ തൊഴിലാളികളുടെയും ഇവിടുത്തെ യൂണിയനുകളുടെ ആവശ്യപ്രകാരം ആഭ്യന്തര മന്ത്രാലയം ഇതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. പുതിയ നിയമങ്ങളും രീതികളും ഏതാനും മാസങ്ങൾക്കകം അത് വരുമെന്നും ഇപ്പോഴുള്ള രീതി മാറുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2023-24 വ്യവസ്ഥകളുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ജോബ് വിസ അല്ലെങ്കിൽ സീസണൽ വിസക്കാർക്ക് സാധാരണ പെർമേസോ സുജോർണോ ആയിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ മാറ്റം സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ക്ലിക്ക് ഡേയും ഫ്ലൂസി ഇമിഗ്രേഷനും ഇനി മാറ്റങ്ങളുണ്ടാകും. അതിൻ്റെ ആ രീതികളിൽ മാറ്റങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ വളരെയധികം ജോലികൾക്ക് ഇറ്റലിയിൽ ആളുകളെ ആവശ്യമുണ്ടെന്നുള്ളതും ഒരു സാധാരണ കാര്യമാണ്. അപ്പോൾ ഇതിന് നല്ല ഒരു നിയമ വ്യവസ്ഥ കൊണ്ട് യഥാർത്ഥമായ ജോലികൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്ത് അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു അവസരമാക്കി തീർക്കുമെന്ന് നമുക്ക്. അടുത്തത് സ്വവർഗ ദമ്പതികളെ നിയമപരമായി വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന വിവാഹ സമത്വത്തെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള നിയമം തായ്ലാൻഡ് അംഗീകരിച്ചു. രാജഭരണം തുടരുന്ന ഒരു രാജ്യമാണ് തായ്വാൻ എന്ന് പറയുന്നത്. രാജഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ രാജാവ് അംഗീകരിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത വർഷം ജനുവരിയിൽ ഓരോരുത്തരുടെയും വിഭാഗങ്ങളെ രജിസ്റ്റർ ചെയ്യുവാൻ കഴിയും. തായ്വാന് നേപ്പാളിന് ശേഷം സ്വവർഗ വിവാഹം അനുവദിക്കുന്ന ഏഷ്യയിലെ 3ാമത്തെ രാജ്യമായിട്ട് തായ്ലൻഡിനെ മാറ്റുകയാണ്. എല്ലാ ലിംഗങ്ങളിലുള്ളവർക്കും ഇണകൾ പൂർണ്ണമായി നിയമപരവും സാമ്പത്തികവുമായും വൈദ്യപരവുമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പ് നൽകുമെന്ന് ഈ തായ്വാൻ്റെ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുകയാണ്. യഥാക്രമം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും ഈ നിയമങ്ങൾ പാസാക്കിയിരുന്നു. ഇന്ത്യൻ എക്സ്ക്ലൂസീവിയുടെ നടത്തിയ അഭിമുഖം കേംബ്രിഡ്ജ് മേയർ ബൈജു തിട്ടാല കേരളത്തിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന UK വന്ന് സ്വന്തം പരിശ്രമത്തിലൂടെ ഒരു സോളിസിറ്ററായി പിന്നീട് കേംബ്രിഡ്ജ് മേയർ എന്ന ഉന്നത സ്ഥാനത്തേക്ക് എത്തിയ ബിജു തിട്ടാലയുടെ ജീവിതയാത്ര മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും കുടിയേറുന്ന നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ ഏതാനും അഭിമുഖ സംഭാഷണത്തിലേക്ക്. കേരളത്തിൽ നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു കാര്യം, കേരളത്തിൽ പഠിക്കുന്നവരെല്ലാം യുവാക്കൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കുടിയേറുവാനുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വളരെ വലിയ തുകകൾ കടമെടുത്ത് ബാങ്കിൽ നിന്നൊക്കെ അവർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇതിനോട്, ഈ കുടിയേറുന്നതിനോട്? അല്ലേ, ഈ കുടിയേറുന്നതിനോട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ കുടിയേറിയില്ല, ഞാൻ ഗതി കെട്ട് കുടിയേറിയ ആളല്ല. നമുക്ക് കുടിയേറ്റത്തിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഞാനൊക്കെ വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്ന് പിറ്റേ ദിവസം തന്നെ നമുക്ക് ജോലി, അല്ലെ വൈഫിന് ജോലി ചെയ്ത് നമ്മൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ വരിക ചെയ്തത്. മറിച്ച് ഇപ്പോൾ വരുന്ന ഈ കുട്ടികൾ വരുന്നത് ലോൺ എടുത്ത് വന്നാൽ ഇവരുടെ കാര്യത്തിന് ഒരു തീരുമാനമാകും. പ്രത്യേകിച്ച് നോൺ മെഡിക്കൽ കോഴ്സുകൾ ചെയ്യുന്നത് ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. നോൺ മെഡിക്കൽ കോഴ്സുകൾ വരുന്നവരുടെ അവസ്ഥ വലിയ ഗുരുതരമായ പ്രശ്നമാവും. അത് പ്രശ്നമായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനിപ്പോൾ തന്നെ.
അതായത് ഏതെങ്കിലും ഒരു കോഴ്സ് കണ്ട് അതിന് വേണ്ടിയിട്ട് വിസ എടുത്ത് ലോൺ എടുത്ത് അങ്ങോട്ട് വരുന്നതിനോട് താല്പര്യമില്ല, അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാകുമെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് അല്ലേ? ഞാനത് ഡിസ്കറേജ് ചെയ്യുക തന്നെ ചെയ്യും. ഞാനത് ഡിസ്കറേജ് ചെയ്യുക തന്നെ ചെയ്യും. എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ വർഷത്തെ WMF നാഷണൽ ഫെസ്റ്റ് കേരളീയം 2024 ഫ്ലോറൻസിൽ 29/9/2024 ഞായറാഴ്ച നടത്തപ്പെടുന്നു എന്ന് ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയുടെ നിറങ്ങളും പാരമ്പര്യങ്ങളും പരമ്പരാഗത നൃത്തങ്ങൾ, സാധാരണ ഓണസദ്യ, വസ്ത്രങ്ങൾ, വർണ്ണഭയമായ അലങ്കാരങ്ങൾ, ഓണാഘോഷ ഉത്സവമേളം, വിവിധ മത്സരങ്ങൾ, വടംവലി, കുട്ടികൾക്കായിട്ടുള്ള വിവിധ മത്സരങ്ങൾ, WMF ഇറ്റലിയുടെ ഫ്ലോറൻസ്, പിസ, റോം, സിസിലിയ, പാദുവ യൂണിറ്റുകൾ എല്ലാവരും ഒത്തുചേർന്ന് കൂട്ടായ്മയിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നുവെന്ന് ആണ് ഇതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും മലയാളി ഓണം ആഘോഷിക്കാൻ മുൻനിരയിൽ തന്നെയാണ്. മതരാഷ്ട്രീയ വിവേചനങ്ങളില്ലാതെ ഒരുമിച്ച് ചേർന്ന് മലയാളികൾ ഓണത്തെ ആത്മാർത്ഥമായി ആഘോഷിക്കുകയും ചേർന്നുപോയ സൗഹൃദങ്ങളെക്കുറിച്ച് വിളമ്പുകയും ചെയ്യുന്നു. പൂക്കളമിടുന്നു, ഉഗ്രൻ ഓണസദ്യ, വിവിധ കലാപരിപാടികൾ കൊണ്ട് ഓണാഘോഷത്തിന് തോരണം ചാർത്തുന്നു. എല്ലാവരും കൈകൾ കോർക്കുന്നു, മനസ്സു തുറക്കുന്നു, ആടിപ്പാടുന്നു. ഇറ്റലിയിലെ റോമിൽ ട്രിവാൻഡ്രം ഇൻ ഇറ്റലി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 22 നടന്ന ഈ ആഘോഷം ഇതിന് മിണ്ടുന്ന ഉദാഹരണമായിരുന്നു. ഏകദേശം 12 മണിയോട് ഉദ്ഘാടനം യോഗം യൂണിറ്റ് പ്രസിഡന്റ് ജിജോ സൈമൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വേദിയിൽ മാവേലി എന്ന പ്രതീകാത്മക വ്യക്തിത്വമുണ്ടായിരുന്നു. ഫാദർ റോഷൻ, ഫാദർ ജോൺ ദാൽ, ഫാദർ പോൾ സണ്ണി, പ്രൊഫസർ ജോസ് ഫിലിപ്പ്, ആരോമൽ, ജോർജോ, ലെറ്റീസ്യ, മില്ലറ്റ് ബ്രൗൺ, സിസിലി സൂസി തുടങ്ങിയവരും കൂടാതെ തിരുവനന്തപുരം നിവാസികളും അവരുടെ സുഹൃത്തുക്കളും സദസ്സിനെ മനോഹരമാക്കി. ഇതിൻ്റെ അണിയറിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ്, exclusive discoveries of the world.